ആരൊക്കെ മന്ത്രിയാകണമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയാകുന്നു. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ എൻ ശക്തനോ സ്പീക്കറായേക്കും. മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയെന്നും വൃത്തങ്ങൾ. നേരത്തെ മന്ത്രിയാകാൻ ആയവരെക്കാൾ പുതുമുഖങ്ങളെ പരിഗണിച്ചാകും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോജി M ജോൺ, V സജീന്ദ്രൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ, T സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, VT ബൽറാം എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നു. മന്ത്രിസഭയിൽ ചേരില്ലെന്ന നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തല. അയഞ്ഞിട്ടുണ്ട്. നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സുപ്രധാന വകുപ്പ് തന്നെ നൽകേണ്ടി വരും. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മന്ത്രിസഭയിലുണ്ടാകും എന്നുറപ്പ്. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ മന്ത്രിസഭയിലുണ്ടാകും. വനിതകളിൽ കോൺഗ്രസിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് കൊല്ലത്ത് നിന്ന് ജയിച്ച ബിന്ദു കൃഷ്ണയും അരൂരിൽ നിന്ന് ജയിച്ച ഷാനിമോൾ ഉസ്മാനുമാണ്. ഏലത്തൂരിൽ നിന്നും ജയിച്ച വിദ്യാ ബാലകൃഷ്ണനും ചർച്ചയിലുണ്ട്. ഉറച്ച KC പക്ഷക്കാരനായ PC വിഷ്ണുനാഥ് പരിഗണിക്കപ്പെടും. M വിൻസെന്റ് അല്ലെങ്കിൽ TJ വിനോദ് പരിഗണിക്കപ്പെടും. M ലിജു അല്ലെങ്കിൽ K ജയന്ത് പരിഗണിക്കപ്പെടും. മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ റോജി M ജോൺ പരിഗണിക്കപ്പെടും. AP അനിൽകുമാറോ VP സജീന്ദ്രനോ മന്ത്രിയായേക്കാം. അൻവർ സദാത്തിനും സാധ്യതയുണ്ട്. ഉറച്ച KC പക്ഷക്കാരനായ T സിദ്ദിഖിനും സാധ്യതയുണ്ട്. ചാണ്ടി ഉമ്മൻ പരിഗണിക്കപ്പെട്ടേക്കാം. VT ബൽറാം, IC ബാലകൃഷ്ണൻ എന്നീ പേരുകളും സജീവ ചർച്ചയിലുണ്ട്. മന്ത്രിമാരെ തീരുമാനിക്കുന്ന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തൃശ്ശൂരിന് ഇക്കുറി മന്ത്രി ഉണ്ടാകില്ല. തീരുമാനിക്കുന്ന എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് AICC തീരുമാനം. തിങ്കളാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.